തിരുവനന്തപുരം പുന്നയ്ക്കാമുള്ളിൽ ഹരിതകർമ്മ സേനാംഗത്തെ കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിലിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. വാക്കേറ്റമുണ്ട്. കൗൺസിലർമാർ തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റമുണ്ടാകുന്നു. റിനു ശ്രീധർ തിരുവനന്തപുരത്തിൽ വിശദാംശങ്ങളുമായി ചേർന്നു. റിനു, ഈ പറയുന്ന പ്രസ്തുത വിഷയം അത് വല്ലാതെ ആഴത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചേരിതിരിഞ്ഞുള്ള വാക്കേറ്റത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു. ഈ വിഷയത്തിൽ BJPയുടെ ഡിഫൻസ് എന്താണ്? അവരുടെ വാർഡ് മെമ്പർക്കെതിരെ, വാർഡ് കൗൺസിലർക്കെതിരെയാണ് ആരോപണമുള്ളത്, പരാതിയുള്ളത്. അതിനുമപ്പുറത്തേക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ടോ പണം കാണാതായതുമായി ബന്ധപ്പെട്ട്? പ്രതിപക്ഷവും ഭരണപക്ഷവും വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് പോയിരിക്കുന്നു നഗരസഭയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ഭരണപക്ഷങ്ങളുടെ ആരോപണത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി ഈ BJP അംഗങ്ങൾക്ക് അവസരം നൽകുമ്പോൾ സ്പീക്കറിൽ ശബ്ദം നൽകിയില്ല, അല്ലെങ്കിൽ മൈക്കിന് ശബ്ദം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഈ സ്പീക്കർ ഉപയോഗിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ മൈക്കിന്റെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് BJP കൗൺസിലർമാർ തള്ളിക്കയറുകയും വലിയ രീതിയിൽ അക്രമം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി CPMന്റെ, അതായത് ഭരണപക്ഷ കൗൺസിലർമാരും രംഗത്ത് എത്തിയിട്ടുണ്ട്. സുഖിൽ ചോദിച്ചതുപോലെ നിലവിൽ മേയർക്ക് മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ സാമ്പത്തിക അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. തുടർന്ന് ഈ കൺസോർഷ്യം സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും മേയർ പുറത്താക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഈ 3 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളത് നിലവിൽ ഇതുവരെയും കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മഞ്ജു എന്ന് പറയുന്ന, അതായത് തങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടി ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയ മഞ്ജു എന്ന് പറയുന്ന പുന്നയ്ക്കാമുകൾ കൗൺസിലറോടാണ് ഇതിലൊരു വിശദീകരണം തേടേണ്ടത്. ആ വിശദീകരണം ഈ മൈക്കിൽ പറയുന്നതിനിടയ്ക്കാണ് ശബ്ദം നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോഴും ഈ കൗൺസിൽ ഹാളിന് നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ഈ ശുചീകരണ തൊഴിലാളികൾക്ക് വേതനം കിട്ടിയില്ല. പറഞ്ഞതുപോലെ BJP കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അവിടെ നിൽക്കുന്നു. അതിൽ മേയർക്ക് പരാതി നൽകുന്നു. മേയർ അതിൽ തൽക്കാലം നടപടിയെടുക്കുന്നു. ഒരു സാമ്പത്തിക തട്ടിപ്പ് കൂടിയാണ് അവിടെ ഉയർന്നു വരുന്നത്. അതിൽ പോലീസ് നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ പറയുന്ന കൺസോർഷ്യം ഈ യൂസർ ഫീ ഒക്കെ പിരിക്കുന്നതിൽ, അത് ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിൽ ഒരു കേന്ദ്രീകൃത സംവിധാനമില്ലേ? അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ പറയുന്ന നഗരസഭയ്ക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? അതായത് സാധാരണഗതിയിൽ സുഹൈൽ ഈ സാമ്പത്തികം പിരിക്കുന്നത് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഫീയും അതുപോലെ തന്നെ ഇതിലെ ആക്രി ഉൾപ്പെടെ വിൽക്കുന്ന പൈസ അടക്കം കൺസോർഷ്യം സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും, ആ വാർഡിലെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെ പേരിലാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ വാർഡുകളിലും അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇവർ മാത്രമാണ്. അതായത് ഈ സെക്രട്ടറി പ്രസിഡന്റാണ് ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് മാസാമാസം ഇവർക്ക് വേതനമായി നൽകുകയും ചെയ്യുന്നത്. 2 മാസത്തോളമായി വേതനം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ വാർഡിന്റെ ചുമതലയുള്ള JHCയോട് ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ പരാതിയായി നൽകുന്നത്. യെ തുടർന്ന് ഈ ബാങ്ക് അക്കൗണ്ടിൽ പോയി, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ നേരിട്ട് പോയി പരിശോധന നടത്തിയപ്പോഴാണ് 3 ലക്ഷം രൂപയുടെ കുറവ് അനുഭവപ്പെടുകയും ചെയ്തത്. ഇത് ആരെടുത്തു എന്നുള്ളത്, കാരണം ഈ സെക്രട്ടറിക്കും പ്രസിഡന്റിനും മാത്രമേ ഈ പണം പിൻവലിക്കുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എതിരെ ആരോപണം ഉയരുന്നതും ഇവർ അത് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. നൽകുവാൻ വേണ്ടി പോകുമ്പോഴാണ് അത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ അനുകൂല ഈ ജോലി സ്ഥിരമാക്കി നൽകുന്നത് അടക്കമുള്ള ആവശ്യം, അല്ലെങ്കിൽ ജയിലിൽ കയറ്റും, നാട് കടക്കുമെന്നുള്ള കാര്യം കൗൺസിൽ ഈ ഹരിതകർമ്മ സേന അംഗങ്ങളോട് പറഞ്ഞത്. ഈ പ്രതിഭ എന്ന് പറയുന്ന ഹരിതകർമ്മ സേന അംഗം 24 അവരുടെ വിഷമം പങ്കുവയ്ക്കുകയും നമ്മൾ സമയം മുമ്പ് വാർത്ത നൽകുകയും ചെയ്തു. ഇപ്പോൾ 24 സ്ക്രീൻഷോട്ട്